പാനൂർ മൊകേരിയിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം. പി.കെ. പ്രവീൺ എം.എൽ.എയുടെ നേതൃത്വത്തിൽ മൊകേരി പഞ്ചായത്ത് ഓഫീസിൽ ആലോചനാ യോഗം ചേർന്നു. കുട്ടികളുടെ ആരോഗ്യസ്ഥിതിക്ക് കുഴപ്പമില്ലെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. മൊകേരി പഞ്ചായത്തിലെ 2 വാർഡുകളിലായി 4ഉം 8ഉം വയസ്സുള്ള 2 കുട്ടികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് പഞ്ചായത്ത് ഓഫീസിൽ അവലോകന യോഗം ചേർന്നത്. എം.എൽ.എ. പി.കെ. പ്രവീണിന്റെ നേതൃത്വത്തിലാണ് യോഗം നടന്നത്. രോഗബാധ കണ്ടെത്തിയ സാഹചര്യത്തിൽ ആവശ്യമായ പ്രതിരോധ നിയന്ത്രണ നടപടികൾ സ്വീകരിച്ചതായും രോഗം സ്ഥിരീകരിച്ച കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതായും എം.എൽ.എ. പി.കെ. പ്രവീൺ പറഞ്ഞു. മൊകേരി പഞ്ചായത്തിൽ ഷിഗല്ല എന്ന രോഗം റിപ്പോർട്ട് ചെയ്തു. 2 കുട്ടികൾക്കാണ് രോഗം വന്നത്. പക്ഷേ ഇപ്പം 2 കുട്ടികളും വീടുകളിലാണുള്ളത്. അത് അടിയന്തരമായ നടപടി മൊകേരി ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലായതുകൊണ്ട് ആ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് നേതൃത്വത്തിൽ ജനപ്രതിനിധികളും അവിടെയുള്ള സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകന്മാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിനെതിരെയുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനും ആ വിദ്യാർത്ഥികളുടെ അടുത്ത് പോയി അവരെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് മറ്റു നടപടിയിലേക്ക് പോകാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രാരംഭ നടപടിയിൽ എന്ന നിലയിൽ വിദ്യാഭ്യാസത്തിൻ്റെ PEC വിളിച്ചുകൊണ്ട് എല്ലാ പ്രധാനാധ്യാപകരുടെയും യോഗം ഇന്നലെ തന്നെ വിളിച്ചു. അവർക്ക് വേണ്ട നിർദ്ദേശം കൊടുത്തു. അതേപോലെ അംഗൻവാടിയിലെ വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും അവർ ബോധ്യപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട്. അതേപോലെ ആശാ വർക്കർമാരെ ഉപയോഗിച്ചുകൊണ്ട് മറ്റു മേഖലയിലേക്ക് ഇത് പടരാതിരിക്കാനുള്ള പ്രതിരോധ നടപടികളെടുക്കാനും അവർ മുന്നോട്ട് വന്നിട്ടുണ്ട്. എല്ലാം പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്തുകൊണ്ട് ഇത് കൂടുതൽ പടരാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയും നാട്ടുകാരും മറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരീര ശുചിത്വമാണ് രോഗപ്രതിരോധത്തിന്റെ പ്രധാന ഘടകം. ശുചിമുറി ഉപയോഗിച്ചതിനു ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകണമെന്നും നിർജ്ജലീകരണം ഒഴിവാക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K.C. സച്ചിൻ പറഞ്ഞു. ഷിഗല്ല രോഗത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അതേ പേരിൽ തന്നെയുള്ള ഒരു ബാക്ടീരിയ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് ഈ ഒരു വയറിളക്കം. ഇതൊരു വയറിളക്ക രോഗമാണ്. ഈ ഒരു വയറിളക്ക രോഗത്തിന്റെ ബാധയുടെ കാരണം എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ച തന്നെ ഷിഗല്ല ബാക്ടീരിയ ആണ്. ഇത് രോഗബാധിതനായ വ്യക്തിയുടെ മലത്തിലൂടെയാണ് ഇത് പുറത്തോട്ട് പോകുന്നത്. അപ്പൊ അത്തരത്തിൽ മലത്തിലൂടെ പുറത്തു പോകുന്ന ഈ അണുക്കൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലോ അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിലോ കലരുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യുന്ന ആൾക്കാർക്ക് ആണ് ഈ രോഗബാധ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കേണ്ടത് കൃത്യമായി തിളപ്പിച്ച് ആറ്റിയ വെള്ളം അല്ലെങ്കിൽ ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം മാത്രം കുടിക്കുക. അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ കൃത്യമായിട്ട് പാചകം ചെയ്ത് മാത്രം കഴിക്കുക എന്നുള്ളതാണ്. ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്നുള്ളത് പനി, അതുപോലെ തന്നെ വയറിളക്കം, വയറുവേദന, ഒരുപക്ഷെ വയറിളക്കത്തിന്റെ ഭാഗമായിട്ട് മലത്തിലൂടെ രക്തം പോകൽ എന്നിവയൊക്കെയാണ്. അത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ എത്രയും താമസിയാതെ തന്നെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപക്ഷെ കുട്ടികൾക്കും അതുപോലെ തന്നെ പ്രായമേറിയവർക്കും ഈ ഒരു രോഗബാധ മാരകമാകാനും ഒരുപക്ഷെ ചിലപ്പോഴെങ്കിലും മരണത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ വ്യക്തിശുചിത്വം പാലിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് കനകം കുനിയിൽ അധ്യക്ഷയായി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K.C. സച്ചിൻ, ഡോക്ടർ N. ദിൽന, ഡോക്ടർ ആതിര, ഹെൽത്ത് ഇൻസ്പെക്ടർ ഷംസുദ്ദീൻ, MB മുരളി, ഡോക്ടർ P. അഖിൽരാജ്, ഡോക്ടർ T.K. രമ്യ, N. ജയപ്രസാദ്, പ്രവീണ നാരായണൻ എന്നിവർ സംസാരിച്ചു. ആരോഗ്യ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും യോഗത്തിൽ സന്നിഹിതരായിരുന്നു. അതേസമയം രോഗം സ്ഥിരീകരിച്ച കുട്ടിയുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജനങ്ങൾ ജാഗ്രത പാലിച്ച് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. പ്രദേശത്ത് രോഗവ്യാപനം തടയുന്നതിനുള്ള നിരീക്ഷണ പ്രതിരോധ പ്രവർത്തനങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് സൈറ്റ് പാനൂർ. നിങ്ങളുടെ അഭിമാനം, ഒപ്പം ഞങ്ങളുടെയും. വീടും പരിസരവും പ്രകൃതിയുടെ വൈവിധ്യം കൊണ്ട് സമ്പന്നമാക്കാൻ ടണൽ ആഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ബോൺസായി, ഓർണമെന്റൽ, എക്സോട്ടിക്, ഇൻഡോർ, ഔട്ട്ഡോർ ഫ്രൂട്ട് പ്ലാന്റുകളുടെ വിപുലമായ ശേഖരം. ലാൻഡ്സ്കേപ്പിംഗ്, ഡിസൈനിംഗ് ആൻഡ് ഗാർഡനിംഗ് രംഗത്ത് വിദഗ്ധരുടെ സേവനം. ഇനി നിങ്ങളുടെ പൂന്തോട്ടം മനസ്സുപോലെ മനോഹരം. The biggest nursery in Kannur district since 1997, approved by Government of Kerala.